ഹേയ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ മാസ്ക് ഇട്ടിട്ട് കണ്ടിട്ട് ആർക്കും വേണ്ട വേറെ ഒന്നുമില്ല. എനിക്ക് പനിയും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു. ഇന്നാണ് ഒന്ന് ഓക്കെ ആയിട്ടൊന്ന് ഒന്ന് എണീറ്റിരിക്കുന്നത്. ഇന്നാണ് ഞാൻ ഫുള്ള് കിടപ്പായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വീട്ടിലാണെങ്കിലും മാസ്ക് യൂസ് ചെയ്യണം, ഫുഡ് കഴിക്കുമ്പോൾ മാറ്റും, അല്ലാതെ നോർമൽ നമ്മൾ നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ മാസ്ക് വെക്കണമെന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഈ വൈറൽ ഫീവർ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്, താത്തായുടെ വീട്ടിലാണുള്ളത്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ആരുമില്ല. ഉമ്മയുടെ ഉമ്മാക്ക് വയ്യാത്ത കൊണ്ട് ആളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ എന്നെ നോക്കാൻ വീട്ടിൽ വേറെ ആരുമില്ല. ലൈക്ക് വാപ്പി ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വാപ്പിച്ച് വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നേരെ താത്ത ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആവും. ഉമ്മച്ചി എന്ന് വരും. അപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇവിടെയാണ് ഞാൻ നിന്നത്. ഇപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ 3 ദിവസമായി ഫുള്ള് കിടപ്പായിരുന്നു. എന്നാണ് ഒന്ന് എണീറ്റിരിക്കുന്നത്. എന്നൊക്കെ പോയിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് അതിലൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നോക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ആണെങ്കിലും താത്താടെ കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് പേടിയാണ് പിള്ളേർക്ക് വരുമോ എന്നോർത്തിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കിടക്കുന്ന ഈ റൂമിൽ പോലും പിള്ളേരെ കയറ്റിലില്ല ഇങ്ങനെ. കാരണം എന്താ വെച്ചാൽ പിള്ളേർക്ക് ആയിക്കഴിഞ്ഞാൽ ചെറുതുങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തന്നെ അത് താങ്ങാൻ പറ്റില്ല. നല്ല ബോഡി പെയിനും നല്ല തലവേദനയും നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല പനിയാണ്, ഒന്നും നോക്കണ്ട. അപ്പോൾ പിള്ളേർക്കും വരുമോന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ ഇതാക്കലില്ല. അതാണ് ഈ വീട്ടിൻ്റെ ഉള്ളിൽ പോലും മാസ്ക് വെച്ചുകൊണ്ട് ഞാൻ നടക്കുന്നത്. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. എത്താത്താനായിട്ടാണ് പോണത്. ഇനിയിപ്പോൾ മരുന്നൊക്കെ കഴിക്കണം, ഫുഡ് കഴിക്കണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഉമ്മി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും തിരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിന്നിട്ട് ചിലപ്പോൾ നാളെ പോകുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കണം. പിന്നെ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന സെൻറ്ററിൽ ഓണ സെലിബ്രേഷൻ ആയിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല സങ്കടം ഉണ്ടായിരുന്നു പോകാൻ പറ്റാത്ത കൊണ്ടിട്ട്. കാരണം എനിക്ക് 2 ആഴ്ചയായി പനിയും ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാനില്ല, എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരായിട്ടും. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് ഫുൾ ഓട്ടത്തിലായിരുന്നു ഞാൻ. റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും റെസ്റ്റ് എടുക്കാതെ ഞാൻ കിടന്ന് ഓടിയത് എനിക്ക് ഇന്നത്തെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരെ ഓപ്പോസിറ്റാണ് നടന്നത്തെ പരിപാടി എനിക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല. നല്ല രീതിക്ക് വയ്യാണ്ടാവുകയും ചെയ്ത്. എനിവേ എനിക്കത് വെച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കാത്. അപ്പം ഇനി എന്തായാലും ഞാൻ താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് നോക്കാം എന്താണ് കഴിക്കാനുള്ള ഫുഡ് ഉള്ളത്. ഓക്കെ, ഇന്നലെ ഒന്നും ഞാൻ ബെഡിൽ നിന്ന് എണീറ്റിട്ടേ ഇല്ല. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു. ഇന്നാണൊന്ന് ഈ ടൈമിലൊന്ന് എണീറ്റ് താഴത്തോട്ട് ഞാൻ ഇറങ്ങുന്നത്. ലാലാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണായിരുന്നു. താത്താനെ തുടക്കണപ്പം കിട്ടിയത്. ചെമ്മീൻ റോസ്റ്റ്, മാങ്ങ തേങ്ങയും മുളകും മാങ്ങയിട്ട്. ഇതെൻ്റെ വാപ്പാടെ സിസ്റ്ററാണ്, പെങ്ങളാണ് ലാല. തല കാണിക്കൂല. ലാലാക്ക് ഇവിടെ അടുക്കളയിൽ നല്ല പണിയാണ്. പിന്നെ അവിടെ ചായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ട് കഴിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ നാസ്ത കഴിച്ച് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ലൈക്ക് മരുന്ന് കഴിക്കാനുണ്ടെങ്കിലും എനിക്ക് ഫിസിക്കലി ഞാൻ ഒന്ന് ഓക്കെ തന്നെ ഉള്ളു. അപ്പോൾ നല്ല ബോഡി പെയിനും നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് എണീറ്റിട്ട് എന്തായാലും വരാം. ഓക്കെ,
പിന്നെ ഞാൻ എണീറ്റ് ഒന്ന് ഫ്രഷായി ചോറൊക്കെ കഴിച്ച് പിന്നെ ഒരു ഫിലിമൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ അത് ഈ ഒരു ലഡു കഴിച്ച്, അതെൻ്റെ അമ്മായി ഉണ്ടാക്കിയ ലഡു ആട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മുടെ മറ്റേ മത്തങ്ങയുടെ സീഡ് അത് കഴിച്ച് പിന്നെ വാപ്പി വന്നിട്ടുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. വാപ്പിനായിട്ട് കുറച്ചൊരു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ടി വി ഒക്കെ കണ്ടുകഴിഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ബണ്ണ് കഴിച്ച് പിന്നെ ഒരു ഫിലിം കണ്ട് പിന്നെ കുറച്ച് മാങ്ങ കഴിച്ച്. പിന്നെ ഇതാണ് എൻ്റെ താത്താടെ ഇളയമോൻ ജയാൻ, നല്ല വാശിക്കാരനാണ് കേട്ടോ. പിന്നെ ഇത് മൂത്തത്, 2 പിള്ളേരാണ് താത്താക്ക്, അപ്പോൾ ഞാനും ജയാനും. പിന്നെ അവന്മാരെ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണായിരുന്നു. ഇന്നാണ് പിള്ളേരായിട്ട് പിന്നെയും കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. പനിയായതുകൊണ്ടിട്ട് ഞാൻ അവനെ അടുത്ത് നിർത്തുന്നുണ്ടായിരുന്നില്ല, എനിക്ക് പേടിയായിരുന്നു പിള്ളേർക്ക് വരുമെന്നുള്ളത്. പിന്നെ രാത്രിയായപ്പോൾ ബ്രെഡും പഴവും കഴിച്ച് ഗുളിക കഴിച്ച് പിന്നെയും ഒരു ഫിലിമൊക്കെ കണ്ടിരുന്ന് നേരെ ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞാൻ കുളിച്ച വീഡിയോ ഇടയിൽ പോയിട്ട് അപ്പോൾ ഞാൻ പിന്നെ വിട്ടുപോയി, വീഡിയോ എടുക്കണ കാര്യം തന്നെ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വെല്ലുമാട ഡിസ്ചാർജ് ആയിട്ട് ഉമ്മ വന്നിട്ടുണ്ട് തിരിച്ച് വീട്ടിലോട്ട്. പിന്നെ നാളെ ഇൻഷാല്ലാ ഞാൻ വീട്ടിലോട്ട് പോകും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ദിവസം ഒന്നും ഇല്ലാതെ ആയപ്പോൾ ലൈക്ക് ഉമ്മ വേറൊരു ഹോസ്പിറ്റൽ കേസായിട്ട് മാറി വന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് ആ ഒരു വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ലൈക്ക് നമുക്ക് ഉമ്മ കൂടെ ഉള്ള പോലെ ഒരു ഫീൽ കിട്ടില്ലല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കിടന്ന സമയത്ത് പനി അത്രയും ഹൈപ്പിൽ നിന്നിട്ട് കിടന്നുറങ്ങിയ സമയത്ത് എൻ്റെ വാപ്പിയുടെ സിസ്റ്റർ കൂടെ കിടക്കണത്. അപ്പോൾ ആള് പറയണ്ടായി ഞാൻ രാത്രി കിടന്നിട്ട് ഉമ്മിനെ ചോദിച്ചു നിൽക്കാം. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ആൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു വില എന്താണെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ ഉമ്മ പറയുമ്പോൾ ഇപ്പോഴേലും നീ എൻ്റെ വില മനസ്സിലാക്കിയല്ലോ എന്ന് പറയും. അപ്പോൾ സമയം 1 മണി 1:30 മണിയായി. അപ്പോൾ അതേ തതട വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കണേ, ഏതൊരു ഹൊറർ ഫിലിം കണ്ടുകൊണ്ടിരിക്കണേ. 3ാമത്തെ പടം ഇപ്പോൾ കാണണം കേട്ടോ. എനിക്കിനിയിപ്പോൾ കിടക്കണം, ഗുളിക ഉണ്ട്, മെഡിസിൻ ഉണ്ട്, അത് കഴിക്കണം. അതൊക്കെ വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോകണേ. ആളെന്തായാലും ഇനിയിപ്പോൾ കണ്ട് അപ്പോൾ കിടന്നുറങ്ങുമെന്ന് അറിയില്ല. പിന്നെ സിസ്റ്ററും കൂടി ഇരിക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗായിട്ട് എടുത്തതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.